എപ്പം മീനച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഗ്രേവി ഒട്ടും ഇല്ലാതെ ഫുള്ള് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം വിചാരിച്ചു കുറച്ച് ഗ്രേവിയോട് കൂടി അച്ചാർ ഉണ്ടാക്കാന്നേ. അതാണ് ഇവിടെ എല്ലാവർക്കും വേണ്ടത് ചോറിനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് ആ മീനൊക്കെ ഗ്രേവി അബ്സോർബ് ആക്കി ഇനിയും ഡ്രൈ ആവും. എന്നാലും സാരമില്ല, കുറച്ചധികം തന്നെ ഗ്രേവി വെച്ചിട്ടുണ്ടേ. ഇതാണെങ്കിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മീനായിരുന്നു. അത് കുറച്ച് ബാക്കി വന്ന സമയത്ത് അതൊന്ന് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് കുറച്ച് കാലം കൂടെ എടുക്കാമല്ലോ. ആദ്യം തന്നെ മീനിൻ്റെ അകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പിട്ടിട്ട് തിരുമ്മി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ കുറച്ച് മീനേ ഉള്ളൂ, അതുകൊണ്ട് ചെറിയൊരു സിമ്പിളായിട്ടുള്ളൊരു അച്ചാറാണ്. അതിന് വേണ്ടിയിട്ട് ഇതാ ആദ്യം തന്നെ മഞ്ഞളും മുളകും ഉപ്പും കൂടെ പിടിപ്പിച്ച് വെച്ചിട്ടുള്ള മീനൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. മീൻ നല്ലപോലെ മൊരിഞ്ഞ് വരണം കേട്ടോ. എന്നിട്ട് അതേ എണ്ണേൻ്റെ അകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കൂടി ഇട്ടിട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഈ ഒരു പേസ്റ്റിൽ കുറച്ചധികം മുളക് പൊടിയും പിന്നെ കുറച്ച് ഉലുവാപ്പൊടിയും കുറച്ച് കായപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അതും കൂടെ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീനും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്യാം. പിന്നെ തണിഞ്ഞ ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് ഞാൻ വിനാഗിരി ഒഴിക്കുന്നത്. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ ഇതിന്.